ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല, വേറൊന്നും കൊണ്ടല്ല കൂട്ടുകാർ. ഇവിടെ ഇന്നലെ രാത്രി കറണ്ട് പോയതായിരുന്നു. അപ്പോൾ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. ഫോൺ ഞാൻ കുത്തിയിട്ടില്ലായിരുന്നു ഇന്നലെ ഒന്നും. അപ്പോൾ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. ഇനി ഇന്നത് ഉച്ച കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് വന്നത്. അപ്പോൾ പിന്നെ ചാർജർ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ചാർജറിന് ബഹളമായിരുന്നു. അപ്പം ഞാൻ പിന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. പിന്നെ ഞാൻ കുടുംബശ്രീക്ക് പോകാറായപ്പോഴാണ് ഇച്ചിരി നേരം എനിക്ക് കിട്ടിയത്. അപ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു 15% അങ്ങോട്ട് ചാർജ് ഉള്ളൂ. പിന്നെ ചെന്നിട്ട് വേണം ബാക്കിയും കൂടെ ചാർജ് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് രാവിലെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ വേറെ എന്താ, ഞാൻ കുടുംബശ്രീക്ക് പോയിട്ട് വീട്ടിലോട്ട് പോവുക. രാവിലെയൊക്കെ ഇവിടെ നല്ല മഴയായിരുന്നു കൂട്ടുകാർ. അപ്പം നമുക്ക് കറണ്ട് ഇല്ലാഞ്ഞ് എന്താന്ന് പറഞ്ഞാൽ, ഇന്നലെ രാത്രിയിൽ നമ്മുടെ അവിടെ ജംഗ്ഷനിൽ ഞാൻ അറിഞ്ഞില്ല. രാവിലെ ചേട്ടൻ ജംഗ്ഷനിൽ പോയപ്പോഴാണ് പറയുന്നത് കറണ്ടൊന്നും ഇന്ന് വരുമെന്ന് തോന്നുന്നില്ലടി എന്ന് പറഞ്ഞു. ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇതുപോലെ ജംഗ്ഷനിൽ ഒരു കാറ് പോസ്റ്റിലിടിച്ചിട്ട് പോസ്റ്റൊക്കെ ഒടിഞ്ഞ് വയലിൽ പോസ്റ്റൊക്കെ കിടക്കുന്നു. കാറ് അതിനപ്പുറത്തെ സൈഡിൽ പോകുന്നു. കാറിൻ്റെ ഇടത് സൈഡൊക്കെ ഇടിച്ച് അടൂരോട്ട് പോകുമായിരുന്നു തോന്നുന്നു കാറ്. ഇടത് സൈഡിലെ പോസ്റ്റുമാണ്. അപ്പോൾ അതുകൊണ്ടായിരുന്നു. പിന്നെ അവർ വന്ന് പോസ്റ്റൊക്കെ മാറ്റിയിട്ട് സമയമെടുത്തു. പിന്നെ മഴയൊക്കെ അല്ലേ. എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ തന്നെ 3 മണിയൊക്കെ ആയപ്പോഴാണ് കറണ്ട് വന്നത്. അപ്പം അതുകൊണ്ടൊക്കെ അങ്ങനെ. പിന്നെ വേറെ എന്താണ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? എല്ലാവരുടെ നാട്ടിലൊക്കെ മഴയൊക്കെ ഉണ്ടോ? നല്ല മഴയാണ്. ഇപ്പോൾ ഇച്ചിരി മഴ ഇപ്പം കുറവുണ്ടെങ്കിൽ തന്നെയും ചെറിയ ചാറ്റിലുണ്ട് കേട്ടോ. തുള്ളിയായിട്ട് വീഴുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോയപ്പോഴും അതുപോലെ ചെറിയ ചാറ്റിലുണ്ടായിരുന്നു. 2 ആഴ്ച ഞാൻ കുടുംബശ്രീക്ക് പോയില്ലല്ലോ, അതുകൊണ്ട് ഇന്ന് പോയില്ല. എന്നെ ഓടിക്കും അവളുമാരെ. ഞാനും എന്നെ അങ്ങ് ഓടിക്കും. പിന്നെന്താണ് വിശേഷം? പിന്നെ കൂട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ പറയണം. ഇനി ബാക്കിയൊക്കെ ഇനി വീട്ടിൽ ചെന്നിട്ട് ഇനി വൈകുന്നേരമൊക്കെ ആയപ്പോൾ നമ്മുടെ വയലൊക്കെ കണ്ടോ. വയലിൽ ഇതെന്താ കവറിട്ടതെന്ന് എനിക്കറിയില്ല കൂട്ടുകാരെ. ഇങ്ങനെ കണ്ടോ, എന്താണെന്നറിയില്ല. നമ്മുടെ വയലിലൊക്കെ കൃഷിയാണ്, എല്ലാം കൃഷി. അപ്പം ഇത് കുടുംബശ്രീയുടെ ബുക്കും ഉണ്ട്, പേഴ്സുണ്ട്, ഫോണുണ്ട്. പക്ഷേ ഈ സഞ്ചി ഞാൻ ഇന്നലെ നമ്മൾ വീട്ടിൽ പോയില്ലേ, വീട്ടിൽ പോയപ്പോൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ അന്നേരമുള്ള സഞ്ചിയായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ മഴ കാരണം എടുത്തുകൊണ്ട് വന്നില്ല, എല്ലാം വണ്ടിയിലിട്ടിട്ട് പോകുന്നു. അപ്പോൾ മോളെയും വിളിച്ചുകൊണ്ടില്ലേ വന്നത്. അന്നേരം പിന്നെ ആ സഞ്ചിയൊക്കെ പിന്നെ ഞാൻ എടുത്തുകൊണ്ട് വന്നു. എനിക്ക് നാളെ ഇനി സ്കൂളിലൊക്കെ പോകുമ്പോൾ കൊച്ചു സഞ്ചിയൊന്നുമില്ല, കൊണ്ടുപോകണം. ഫോണും കവറും കണ്ണാടിയും ഒക്കെ കൊണ്ടുപോകണം. പിന്നെ വേറെ എന്താണ്, പിന്നെ ഒരു തോർത്ത് ഞാൻ കൊണ്ടുപോകും സ്കൂളിൽ പോകുമ്പോൾ. ഷാളിൽ നമ്മൾ കൈ നനയുമ്പോൾ തുടച്ചാൽ വെള്ളം വലിഞ്ഞ് മാറത്തില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഒരു തോർത്ത് കൊണ്ടുപോകും. പിന്നെ നമ്മുടെ വീടിനടുത്തെത്തി. ഇത് നീല പെയിൻ്റ് അടിച്ചപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഇനി എൻ്റെ ഇഷ്ടമുള്ള കളർ ആയതുകൊണ്ടാണോ എന്തോ അറിഞ്ഞുകൂടാ. ചേട്ടൻ അതിൽ ഇറങ്ങി നടക്കുന്നു. നമ്മുടെ ഈ സ്ലാവ് ഇച്ചിരി ഒടിഞ്ഞിരിക്കുക. അയ്യോ, നടന്നു പോയോ? എന്താ 3 നമ്മുടെ അച്ഛനെ നമ്മൾ നീലിപ്പിച്ചു കേട്ടോ. സഞ്ചിയാണ് വണ്ടിയിലിരുന്ന് എല്ലാവരും ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നത്. ഞായറാഴ്ചത്തെ വീഡിയോ ആയിരുന്നു കൂട്ടുകാരെ ഇത് കേട്ടോ. അപ്പം അന്ന് ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കാനായിട്ട് ചോറും കപ്പ വേവിച്ചത്, മെഴുക്ക് പുരട്ടി, പിന്നെ അവിയൽ, ബീഫ് കറി, അതത്രയായിരുന്നു വെച്ചത്.
ചാർജൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് അന്നേരം വീഡിയോ എടുത്തില്ല. ഇത് വൈകിട്ട് അത്താഴം കഴിക്കാൻ നേരത്താണ് വീഡിയോ എടുത്തത്. എന്ത് കൊടുക്കണേ? ഇതെന്താ തോന്നുന്നത്? മുത്തുപാപ്പൻ ഉണ്ടാക്കിയ തോന്നുന്നു. അതല്ല, ഇത് എന്തോ പേരായിരുന്നു. മെഴുക്കുവരട്ടി. ഇത് മെഴുക്കുവരട്ടി. ഇത് ഇത് അവിയല്. ഇത് അബീത്. ഇത് മീൻ, ബീഫ് കറി. ബീഫ് കറി. ഇത് കപ്പ, ചോറ്. ഇയാള് വീഡിയോ നല്ലപോലെ പിടിക്കടേ. ചോറ് അമ്മമ്മ വാരി തിന്നുവാ. അമ്മ വാരത്തിന് കണ്ടോ? കണ്ടു. എന്റെ അപ്പൂപ്പ എന്തോ എടുക്കുവാ? അപ്പൂപ്പൻ കാപ്പി കുടിക്കുന്നു. മുത്തുപാപ്പന് ഉണ്ട് ഫോണിൽ കാണുന്നു. അപ്പോൾ രാവിലെ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങി. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നെ പറയാം. സ്കൂളിലെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു. ഇപ്പോൾ ഏട്ടൻ ചോറ് വെക്കുകയാണ്. ഏട്ടന് ഇന്നും ജോലിയില്ലായിരുന്നു. അരി അടപ്പത്തിട്ടേക്കുന്നു. പിന്നെ എന്തുമായിരുന്നു, പിന്നെ പെയിൻറ്റിങ് ആയിരുന്നു കൂട്ടുകാരെ. ഇന്ന് തറയിലൊക്കെ ഇങ്ങനെ പെയിൻ്റ് അടിച്ച്, സ്റ്റെപ്പിൻ്റെ ഇവിടെ ഇങ്ങനെ അടിച്ച്. ഈ കട്ട മാറ്റാനുള്ളത്, അതുകൊണ്ട് അവന് ഈ കട്ടയിലടിക്കാൻ ഇങ്ങനെ അടിച്ചു. ഒരാഴ്ച കൊണ്ട് പണിയില്ലായിരുന്നപ്പോൾ എല്ലാം ഇതാ പരിപാടി, പെയിൻ്റ് അടിക്കുക. കൈ തരത്തില്ല. വേണോ? വേണോടാ? ഉണ്ടായോ? ഇത് വേണം നിനക്ക്? മേളിൽ കയറി വന്നു. എന്നാ പക്ഷെ എന്തെങ്കിലും തിന്നാൻ പറ്റും. എനിക്ക് ഒരെണ്ണോടെങ്കിൽ വാങ്ങിച്ചേട്ടാ. അപ്പം അങ്ങനെ സ്കൂളിൽ നിന്ന് കഴിഞ്ഞപ്പോൾ മുറ്റമൊക്കെ തൂത്തുവാരി. ഏട്ടനാണേ മുറ്റമൊക്കെ തൂത്തുവാരി ഇട്ടത് കണ്ടോ. പിന്നെ നമ്മൾ അപ്പുറത്ത് കിടന്ന കുറച്ചുള്ളിൽ ഇത്രയും ഒടിച്ച് പറക്കി വെച്ചു. പിന്നെ അപ്പുറത്ത് ഇന്നാളെ കുറച്ച് മാഞ്ചുള്ളി കിടന്നില്ല. ആ ചുള്ളിയൊക്കെ അപ്പുറത്തോട്ട് ഇപ്പോൾ ഒടിച്ച് പറക്കി വെച്ചത്. അപ്പോൾ ഇവിടെ കുറേ കരിയില കിടപ്പുണ്ടായിരുന്നു, നനഞ്ഞ് കിടക്കുമായിരുന്നു. ഞാനത് നീക്കിയിട്ട് തീ കത്തിച്ചു. കമ്പെടുത്തായിരുന്നെങ്കിൽ അപ്പം അങ്ങനെ ഇത് നനഞ്ഞ് അഴിഞ്ഞ് കിടന്നാണ് കൂട്ടുകാരെ. അപ്പോൾ മാവിൻ്റെ ഇലയില്ല, അതിന് വലിയ ഉണങ്ങിയ ഒത്തിരിയായിട്ട് ഉണങ്ങണമെന്ന് ചെറിയൊരു ചൂട് മതി, ഉണങ്ങിക്കോളും. ഞാനിതിനകത്ത് 2-3 ഉണക്കലുണ്ടാകും. 2-3 ഇതുപോലെ കുറച്ച് മണ്ടയ്ക്ക് കിടന്നൊക്കെ ഒരു ഇത് ഉണങ്ങിയതായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഇട്ട് കുറേ ചൂട്ടുമൊക്കെ വെച്ച് കത്തിച്ച് അതിൻ്റെ മണ്ടയിൽ ഇതുപോലെ കുറേച്ച് നീക്കിയിട്ട് ഒത്തിരി ഉണ്ടായിരുന്നു. എന്നിട്ട് എൻ്റെ ഫോണിൽ ചാർജില്ല. ഇപ്പോഴും ഫോണിൽ ചാർജില്ല. ഇവിടെ കറണ്ട് പോയും വന്നും നിൽക്കുക. അപ്പോൾ പിന്നെ ഇങ്ങനെ നീക്കിയിട്ട് ഞങ്ങൾ താനെ പുകഞ്ഞ് കത്തിക്കോളും. തന്നെ അങ്ങ് പുകഞ്ഞ് ഉണങ്ങിക്കോളും. ചൂട് കൊണ്ടേ. മാങ്കല്ലേല്ലേ, കട്ടിയില്ലല്ലോ. അത് തന്നെയല്ലേ, ഇതിങ്ങനെ വാടിയ ഇലയും കൂടെ അല്ലേ. അപ്പം അങ്ങനെ ഇതൊക്കെ ഒരുവിധമെല്ലാം പോച്ചയൊക്കെ പറിച്ച് തൂത്തുവാരി. അപ്പുറം സൈഡിലും കുറച്ച് പോച്ച പറിച്ചായിരുന്നേ. ഇവിടെ കുറച്ച് കരില ഉണ്ടായിരുന്നു, അതും കൊണ്ട് വാരി ഇട്ട് തേക്കത്തില്ല. ഇനി ഇവിടത്തെയൊക്കെ പോച്ച പറിക്കാനുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഒരുവിധം വൃത്തിയാക്കിയുള്ളൂ. ഇവിടെയൊക്കെ ഇനിയും പോച്ച പറിക്കാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, വയലായതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ പോച്ച ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും. ഇവിടത്തേക്ക് ഇപ്പം ഞാൻ ഒരുവിധം കാടായിരുന്നത്, അപ്പം അതൊക്കെ അങ്ങ് വെച്ച് കളഞ്ഞ് നല്ലപോലെ വലിച്ചെടുത്ത് കളഞ്ഞില്ല. ഒരുവിധം വലിയ കാട് നോക്കി ഒതുക്കി അങ്ങ് പറിച്ചെടുത്തു. ഇത്ര എടുത്ത്. അപ്പം പിന്നെ ഏട്ടൻ കാപ്പിയും കൊണ്ട് വന്നു. പിന്നെ കാപ്പിയുടെ പുറകെ പോയി. ആ പോയതോടെ പിന്നെ പോച്ച പറിക്കാൻ നിന്നു.
അപ്പം നമ്മുടെ ആ മാവും കമ്പ് വെട്ടിക്കഴിഞ്ഞപ്പോൾ കൂട്ടുകാരെ, ഇവിടെ നിന്ന് മാവും കമ്പും ഇവിടെ നിന്ന് മാവും കമ്പൊക്കെ വെട്ടിയില്ലേ, അത് വെട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ചെടിയിലൊക്കെ പൂവാകുന്നുണ്ട് കേട്ടോ. മറ്റേ അപ്പോൾ ഈ ചൂടൽ കൊണ്ടായിരുന്നു പൂവാകാഞ്ഞത്, പൂവാകുന്നുണ്ട്. ഇവിടെ എല്ലാം വഴിയെല്ലാം പോച്ചയായി, ഇനി എല്ലാം ഒന്ന് വൃത്തിയാക്കണം. എല്ലാം പണിയായി കിടക്കുക കണ്ടോ. നമ്മൾ അന്ന് വൃത്തിയാക്കിയ പാത്തിയ നമ്മൾ വൃത്തിയാക്കിയിട്ട് ഒരു മാസം വേണ്ട, 2 ആഴ്ച കഴിയുമ്പോൾ പിന്നെയും കാടാവും. നമ്മൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. അന്ന് പറയുന്നു പോയപ്പോൾ കുഞ്ഞ് ഊരിയിട്ടിട്ട് പോയ ചെരുപ്പ എടുത്തില്ല. ഈ ചീര കൂട്ടുകാരൊക്കെ തോരൻ വെക്കുമോ? ഇഷ്ടം കേട്ടോ, തോരൻ വെക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ പിച്ചി തോരൻ അപ്പുറത്തുനിന്ന് പിച്ചി തോരൻ വെച്ചായിരുന്നു. നമ്മുടെ ചെടികളൊക്കെ ഒരുവിധം വന്നില്ലായി. ഇനി ജോലിയില്ലാത്തൊരു ദിവസം ഇതെല്ലാം ഒന്ന് വെട്ടിവിട്ട് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ഇങ്ങനെ നിൽക്കുന്നതൊക്കെ ഒന്ന് ലെവലാക്കി വൃത്തിയാക്കണം. പിന്നെ ഇത് ആ ടയറിനകത്തിരിക്കുന്ന ചെടിയുണ്ടോ അതൊക്കെ വെട്ടിവിടാറായി. വെട്ടിയിട്ടാലേ അത് നല്ല ഭംഗിയായിട്ട് കിളിച്ച് വരത്തുള്ളൂ. പിന്നെ നമ്മൾ അന്ന് ഇവിടെ നട്ട ചെടിയുണ്ടോ, എൻ്റെ ഒരു സൈഡിലേ പോയി, ബാക്കിയെല്ലാം കിളിച്ചിട്ടുണ്ട് കേട്ടോ. ചെടിക്കകത്തൊക്കെ വെള്ളം ഇരിക്കുന്നതെല്ലാം എടുത്ത് കളയണം. ഇനി നമ്മളത് മാറും ഇടയ്ക്കിടയ്ക്ക് വെള്ളം 2 ദിവസം 3 ദിവസം കൂടുമ്പോഴൊക്കെ ഇതിരിക്കുന്ന വെള്ളമൊക്കെ മാറ്റും. ഇപ്പം ഇന്നിപ്പോൾ ഈ ചേട്ടനും ഇവിടെയൊക്കെ പെയിൻ്റ് അടിച്ചു കേട്ടോ, ചെടികളിരിക്കുന്നിടത്തൊക്കെ. ഉരുളക്കിഴങ്ങ് ഞാൻ മെഴുക്കുവരട്ടി ഉണ്ടാക്കുകയാണ് കൂട്ടുകാർ. പിന്നെ നമ്മുടെ ചീരയില തോരൻ വെച്ചു കണ്ടോ. കാപ്പി കുടിക്കട്ടെ.